നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ. അപ്പോൾ അതിന് രണ്ട് സെറ്റാണ് കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് സെറ്റ് ഓഫ് കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ആദ്യത്തെ നോർമൽ സ്ട്രെയിൻഡ് ഇക്വേഷൻ എപ്സിലോൺ എക്സ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ ഡോ യു ബൈ ഡോ എക്സ്. അത് ഇക്വേഷൻ നമ്പർ 1. അടുത്തത് നോർമൽ സ്ട്രെയിൻ വൈ ഡയറക്ഷൻ ഡോ വി ബൈ ഡോ വൈ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഷിയർ സ്ട്രെയിൻ ഇൻ എക്സ് വൈ ഡയറക്ഷൻ ഗാമ എക്സ് വൈ ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ എക്സ്, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. 3 സ്ട്രെയിൻ കമ്പോണൻസുകൾ നമ്മൾ എഴുതി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഫസ്റ്റ് ഇക്വേഷനെ എന്ത് ചെയ്യണം, ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ നമ്പർ 1 ടോയ്സ് വിത്ത് റെസ്പെക്ട് ടു എന്ത് ചെയ്യണം, വൈ. അപ്പോൾ വൈ വെച്ച് ഇക്വേഷൻ 1 നമ്മൾ രണ്ട് വട്ടം എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും, ഡോ എപ്സിലോൺ എക്സ് എക്സ് ബൈ ഡോ വൈ അല്ലേ. അപ്പം എന്ത് ചെയ്യുക, ആദ്യത്തെ ഫസ്റ്റ് സെറ്റ് ഓഫ് കിട്ടാൻ വേണ്ടി ആദ്യം നമ്മൾ കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ്റെ നോർമൽ ശ്രേണികളുടെ സം എടുത്തു. എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഇക്വേഷനെ ആദ്യം എന്ത് ചെയ്യണം, രണ്ട് വട്ടം വൈ വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം എന്ത് വരും, ഡോ എപ്സിലോൺ വൈ വൈ ബൈ ഡോ എക്സ്. അപ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ യു എന്താവും, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ. കാരണം ഡോ എക്സ് ഉണ്ട് ഇവിടെ, ഞാൻ വൈ വെച്ച് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡോ വൈ എന്ന് തോന്നും. ഇനി ഒന്നുകൂടി ഇതിനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ത് വരും, ഡോ സ്ക്വയർ എപ്സിലോൺ എക്സ് എക്സ് ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ യു എന്താവും, ഡോ ക്യൂബ് യു ബൈ ഡോ എക്സ് ഡോ വൈ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇത് ഇക്വേഷൻ. അപ്പോൾ ഇതിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. ഡോ സ്ക്വയർ എപ്സിലോൺ എക്സ് എക്സ് ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒരു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് ഡോ വൈ ഞാനിങ്ങനെ പുറത്തിറക്കി. ബാലൻസ് ഇവിടെ വരുന്നത് എന്തുവാ, ഡോ സ്ക്വയർ യു, ഡോ സ്ക്വയർ ഇങ്ങനെ പുറത്തിറക്കി കഴിഞ്ഞാൽ ഒരു ഡോ കാണും, പിന്നെ ഒരു യു ഉണ്ട്. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് ഡോ വൈ പുറത്തിറക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ഡോ വൈ കാണും. അപ്പം ഡോ സ്ക്വയർ എപ്സിലോൺ എക്സ് എക്സ് ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് ഡോ വൈ ഇൻറ്റു എന്ത് വരും, ഡോ യു ബൈ ഡോ വൈ. അത് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ നമ്പർ 2 ടോയ്സ് വിത്ത് റെസ്പെക്ട് ടു എന്ത് ചെയ്യണം, എക്സ്. അതായത് രണ്ടാമത്തെ നോർമൽ സ്ട്രെയിൻഡ് ഇക്വേഷനെ രണ്ട് വട്ടം എക്സ് വെച്ച് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഡോ എപ്സിലോൺ വൈ വൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി എന്താവും, ഡോ സ്ക്വയർ വി ആവും. അവിടെ ഓൾറെഡി ഒരു ഡോ വൈ ഉണ്ട്, നമ്മൾ എക്സ് വെച്ച് ചെയ്യുമ്പോൾ എന്തായി, വീണ്ടും അത് ഡോ എക്സ് ഡോ വൈ. ഒരു വട്ടം കൊണ്ട് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും, ഡോ സ്ക്വയർ എപ്സിലോൺ വൈ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ വി എന്താവും, ഡോ ക്യൂബ് വി ബൈ നമ്മൾ എക്സ് വെച്ച ഡെറിവേറ്റീവ് എടുക്കുന്ന. അപ്പോൾ ഡോ എക്സ് എന്താവും, ഡോ എക്സ് സ്ക്വയർ ഡോ വൈ അല്ലേ. അപ്പോൾ നമ്മൾ ഡോ എപ്സിലോൺ വൈ വൈ ബൈ ഡോ എക്സ് ഡോ വൈ എന്നുണ്ട്. അപ്പോൾ ഡോ ക്യൂബ് ബി വൈ എന്ത് വരും, ഡോ എക്സ് സ്ക്വയർ ഡോ വൈ എന്ന് വരും. അപ്പോൾ ഡോ സ്ക്വയർ എപ്സിലോൺ വൈ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു നമ്മളൊരു ഡോ സ്ക്വയർ വെളിയിലെടുക്കുന്നു. ഡോ സ്ക്വയർ വെളിയെടുക്കുമ്പോൾ ഒരു ഡോ എക്സ് ഇവിടുന്ന് ഒരു ഡോ വൈ ഞാൻ വെളിയിലെടുത്തു. ബാലൻസ് എന്ത് വരും, ഒരു ഡോ വി വരും. വിത്ത് റെസ്പെക്ട് എന്തുകൊണ്ട്, വൈ ഉണ്ട്, ഡോ വി ബൈ ഡോ വൈ. അത് ഇക്വേഷൻ നമ്പർ എന്തായിട്ട് എഴുതി, നമ്മൾ 5 ആയിട്ട് എഴുതി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ 4നെയും ഇക്വേഷൻ 5നെയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. സോ ഇക്വേഷൻ 4 പ്ലസ് ഇക്വേഷൻ 5. അപ്പോൾ ഇക്വേഷൻ 4 ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിരിപ്പുണ്ട്. എന്താ, ഇതാണ് ഇക്വേഷൻ 4. ഡോ സ്ക്വയർ എപ്സിലോൺ വൈ വൈ ബൈ ഡോ വൈ സ്ക്വയർ എന്നാണ് ഇക്വേഷൻ 4ന്റെ ലെഫ്റ്റ് സൈഡ്. ഇക്വേഷൻ 5ന്റെ ലെഫ്റ്റ് സൈഡ് ഡോ സ്ക്വയർ എപ്സിലോൺ വൈ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്നാണ്. അപ്പോൾ രണ്ടും കൂടെ എന്ത് ചെയ്യുക, സം ചെയ്യുക. അപ്പോൾ 4ഉം 5ഉം കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡോ സ്ക്വയർ എപ്സിലോൺ വൈ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എപ്സിലോൺ എക്സ് എക്സ് ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു രണ്ടിടത്തും എന്ത് കോമണാണ്, ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് ഡോ വൈ കോമണാണ്. ബാലൻസ് എന്തൊക്കെയാണ് നമുക്കുള്ളത്, ഒന്നിനകത്ത് ഡോ യു ബൈ ഡോ വൈ എന്നുണ്ട്, ഒരെണ്ണത്തിനകത്ത് ഡോ വി ബൈ ഡോ എക്സ് എന്നുണ്ട്.
ഓക്കെ. അപ്പോൾ ഡോ സ്ക്വയർ എപ്സിലോൺ വൈ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എപ്സിലോൺ എക്സ് എക്സ് ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അറിയാം. അതെന്താ? ഷിയർ സ്ട്രെയിൻ ഇൻ എക്സ് വൈ ഡയറക്ഷനാണ്. അപ്പോൾ എന്ത് വരും? ഡോ സ്ക്വയർ ഗാമ എക്സ് വൈ ബൈ ഡോ എക്സ് ഡോ വൈ. അപ്പോൾ നമ്മൾ കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഡിറൈവ് ചെയ്തു. അടുത്ത ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ എക്സിലും വൈയിലുമാണ് ചെയ്തത്. നമ്മൾ 3 കമ്പോണൻറ്റ് എടുക്കുക. എക്സ് വൈ സെഡ്. ആദ്യം എക്സ് വൈ ചെയ്തു. ഇനി കിട്ടേണ്ടത് വൈ സെഡ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഡോ സ്ക്വയർ എപ്സിലോൺ വൈ വൈ ബൈ ഡോ ഇസഡ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എപ്സിലോൺ ഇസഡ് ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ ഗാമ വൈ ഇസഡ് ബൈ എന്ത് വരും? ഡോ വൈ ഡോ ഇസഡ്. സിമിലർലി മൂന്നാമത്തെ എഴുതുമ്പോൾ ഇനി എക്സ് വൈ കഴിഞ്ഞു വൈ ഇസഡാണ്. വൈ ഇസഡ് കഴിഞ്ഞാൽ വീണ്ടും എന്ത് വരും? ഇസഡ് എക്സ് വരും. അപ്പോൾ ആദ്യം എക്സ് വൈ, പിന്നെ വൈ ഇസഡ്, പിന്നെ എന്ത് വരും? ഇസഡ് എക്സ് വരും. അപ്പോൾ ഇസഡ് എക്സ് വരാൻ വേണ്ടി അടുത്ത നമ്മൾ എങ്ങനെ ചെയ്യണം? ഡോ സ്ക്വയർ എപ്സിലോൺ ഇസഡ് ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എപ്സിലോൺ എക്സ് എക്സ് ബൈ ഡോ ഇസഡ് സ്ക്വയർ ഇസിക്വൽ ടു എന്ത് വരും? ഡോ സ്ക്വയർ ഗാമ ഇസഡ് എക്സ് ബൈ ഡോ എക്സ് ഡോ ഇസഡ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 3 എണ്ണം നമ്മൾ ചെയ്തു. ആദ്യം എന്ത് ചെയ്തു? നോർമൽ സ്ട്രെയിനിൻ്റെ 3 ഇക്വേഷൻ. ആദ്യം നോർമൽ സ്ട്രെയിൻ ഇൻ എക്സ്, രണ്ടാമത് നോർമൽ സ്ട്രെയിൻ ഇൻ വൈ, മൂന്നാമത് നോർമൽ സ്ട്രെയിൻ ഇൻ ഇസഡ് ഡയറക്ഷൻ. എന്നിട്ട് എന്ത് ചെയ്തു? എക്സിൻ്റെ നോർമൽ സ്ട്രെയിനെ 2 വട്ടം നമ്മൾ വൈ വെച്ച് എന്ത് ചെയ്തു? ഡെറിവേറ്റീവ് എടുത്തൊരു ഇക്വേഷൻ ഉണ്ടാക്കി. ദെൻ നോർമൽ സ്ട്രെയിൻ വൈ ഡയറക്ഷനെ 2 വട്ടം ഡെറിവേറ്റീവ് എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. എന്നിട്ട് ഈ 2 ഇക്വേഷനും കൂടെ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പോൾ ആഡ് ചെയ്തപ്പോൾ 4ഉം 5ഉം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ലെഫ്റ്റ് സൈഡ് എന്ത് വന്നു? ഡോ സ്ക്വയർ എപ്സിലോൺ വൈ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എപ്സിലോൺ എക്സ് എക്സ് ബൈ ഡോ വൈ സ്ക്വയർ എന്ന് വന്നു. ഈ രണ്ടിടത്തും ആര് കോമൺ ആണ്? ഒരു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് ഡോ വൈ കോമൺ ആണ്. അങ്ങനെ നമുക്ക് ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ എക്സ് എന്ന് വന്നു. അത് ഓൾറെഡി നമുക്കറിയാം അത് ഗാമ എക്സ് വൈ എന്നാണ്. അങ്ങനെ ഡോ സ്ക്വയർ ഗാമ എക്സ് വൈ ഡോ എക്സ് ഡോ വൈ എന്ന് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്തു? ആ കിട്ടിയതിന് ശേഷം നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്രേ ഉള്ളൂ. എക്സ് വൈ ഇസഡ് എന്ന് ചിന്തിക്കുക. ആദ്യം നമ്മൾ എക്സ് വൈ ചെയ്ത് കഴിഞ്ഞു, എക്സും വൈയും കഴിഞ്ഞു. അടുത്ത് എന്ത് ചെയ്യണം? വൈ ഇസഡ് ചെയ്യുമ്പോൾ ഡോ സ്ക്വയർ എപ്സിലോൺ വൈ വൈ ബൈ എന്ത് വെച്ച് ഡെറിവേറ്റീവ് എടുക്കണം? ഇസഡ് വെച്ച് ഡെറിവേറ്റീവ് എടുക്കുക. ഡോ ഇസഡ് സ്ക്വയർ പ്ലസ് ഇനി തിരിച്ച് ചിന്തിക്കുക. ഡോ സ്ക്വയർ എപ്സിലോൺ ഇസഡ് ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡോ സ്ക്വയർ ഗാമ വൈ ഇസഡ് ബൈ ഡോ വൈ ഡോ ഇസഡ്. ഇനി വൈ ഇസഡ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഇസഡ് എക്സ് ചിന്തിക്കണം. അങ്ങനെയാണ് ഈ 3. അതാണ് ഫസ്റ്റ് സെറ്റ് ഓഫ് എന്ത് വന്നത്? കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻ ചോദിച്ചാൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിനി സെക്കൻഡ് സെറ്റ് കൂടെ ഒന്ന് ഡിറൈവ് ചെയ്യാം. സെക്കൻഡ് സെറ്റ് ഓഫ് കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് നോർമൽ സ്ട്രെയിൻ ഷിയർ സ്ട്രെയിനുകളെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഗാമ എക്സ് വൈ എന്താ? ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ എന്തെഴുതും? ഡോ എക്സ്. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി. അടുത്ത ഗാമ വൈ ഇസഡ് എടുക്കുന്നു. ഡോ വി ബൈ ഡോ ഇസഡ് പ്ലസ് എന്ത് വരും? ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. അത് ഇക്വേഷൻ നമ്പർ എന്താണെന്നെടുത്തു? 2 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. മൂന്നാമത്തെ നമ്മൾ ഗാമ ഇസഡ് എക്സ് എടുക്കുന്നു. അവിടെ എന്ത് വരും? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് പ്ലസ് എക്സ് വരുമ്പോൾ യു ആണ്. ഡോ യു ബൈ ഡോ ഇസഡ്. അത് ഇക്വേഷൻ നമ്പർ 3 എന്ന് എടുത്തു. എന്നിട്ട് നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷിയേറ്റിംഗ്. അപ്പോൾ ആദ്യത്തെ സെറ്റ് നമ്മൾ കഴിഞ്ഞു. രണ്ടാമത്തെ സെറ്റ് കാണുന്നതിന് വേണ്ടിയാണിത്. ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഡോ ഗാമ എക്സ് വൈ ബൈ ഡോ ഇസഡ് ഇസ് ഈക്വൽ ടു ഡോ യുവിനെ ചെയ്യുമ്പോൾ എന്ത് വരും? ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ ഇസഡ് പ്ലസ് വിയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒരു ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് ഡോ ഇസഡ്. അപ്പോൾ നമ്മൾ അത് ഇക്വേഷന് 4 എന്ന് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് ടു വിത്ത് റെസ്പെക്ട് ടു എന്ത് ചെയ്യുക? എക്സ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഡോ ഗാമ വൈ സെഡ് ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് ഡോ ഇസഡ് പ്ലസ് ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ എന്തിലാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്? എക്സിലാണ്. അപ്പോൾ ഡോ എക്സ് ഡോ വൈ എന്ന് വന്നു. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5 എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ 4ഉം 5ഉം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ ഡിഫറൻഷിയേറ്റിംഗ്
ഇക്വേഷൻ നമ്പർ 3 വിത്ത് റെസ്പെക്ട് ടു എന്ത് ചെയ്യണം, നമുക്ക് y ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു y. അപ്പോൾ ഡോ ഗാമ ഇസഡ് എക്സ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു എന്തായി മാറും, ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ എക്സ് ഡോ വൈ. ഡോ യു എന്തായി മാറും, ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ ഇസഡ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ എന്തെടുത്തു, 6 എന്ന് എഴുതി. നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ആഡിങ് 5 and 6 ആൻഡ് സബ്ട്രാക്റ്റിംഗ് വിത്ത് 4. 5ഉം 6ഉം തമ്മിൽ ആഡ് ചെയ്ത് 4 കൊണ്ട് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യാം. 5-നകത്ത് ലെഫ്റ്റ് സൈഡ് എന്തുവാ, ഡോ ഗാമ വൈ സെഡ് ബൈ ഡോ എക്സ്. അപ്പോൾ അത് ആദ്യം അങ്ങ് എഴുതാം, ഡോ ഗാമ ലെഫ്റ്റ് സൈഡ് വൈ സെഡ് ബൈ ഡോ എക്സ്. 6-നകത്ത് വേണ്ടി ഇതാണ് പ്ലസ് ഡോ ഗാമ ഇസഡ് എക്സ് ബൈ ഡോ വൈ. എന്നിട്ട് 4ൽ നിന്ന് മൈനസ് ചെയ്യാൻ. 4ന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഡോ ഗാമ എക്സ് വൈ ബൈ ഡോ ഇസഡ്. അപ്പോൾ അത് കഴിഞ്ഞു. റൈറ്റ് സൈഡിൽ നോക്കി, 5-നകത്ത് ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് ഡോ ഇസഡ് ഉണ്ട്. അതുപോലെ എന്തുകൊണ്ട് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ ഇസഡും ഉണ്ട്. ഈ 5ൽ നിന്നും 6ൽ നിന്നും സം ചെയ്തിട്ട് നമ്മൾ 4 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യല്ലേ. 4-നകത്ത് ഈ പറയുന്ന ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ ഇസഡ് വേണ്ട 4ന്റെ ഇക്വേഷനകത്തുണ്ട്. 4ന്റെ ഇക്വേഷനകത്തുണ്ട്. അതുപോലെ ഈ ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് ഡോ ഇസഡ് എന്ന 5-നകത്തുള്ളത് എന്തിനകത്തുണ്ട്, 4-നകത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ 4ാമത്തെ ഇക്വേഷൻ കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ 5ലും 6ലും ഉള്ള ടേംസ് ഈ 4-ലുണ്ടെങ്കിൽ അതെന്ത് ചെയ്ത് പോകും, ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ കോമൺ ആയിട്ട് വരുന്ന സാധനം എന്തേ ഉള്ളൂ, ഒരു ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ എക്സ് ഡോ വൈ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ആ രണ്ടും കൂടെ സം ചെയ്യുമ്പം നമുക്ക് എഴുതാം 2 ടൈംസ് ഓഫ് ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ എന്താന്ന് വരും, ഡോ എക്സ് ഡോ വൈ എന്ന് വരും. ഇത് ഇക്വേഷൻ നമ്പർ എന്തായിട്ട് എഴുതാം, 7 ആയിട്ട് എഴുതാം. ഇനി ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 7 വിത്ത് റെസ്പെക്ട് ടു എന്ത് ചെയ്യാം, ഇസഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും, ഡോ ബൈ ഡോ ഇസഡ്. ഇത് അകത്തോട്ട് ഡെറിവേറ്റീവ് എടുക്കണ്ട, ഡെറിവേറ്റീവ് ചെയ്യുന്നു എന്ന് കാണിച്ചാൽ മതി. ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഡോ ഗാമ വൈ ഇസഡ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ഗാമ ഇസഡ് എക്സ് ബൈ ഡോ വൈ മൈനസ് ഡോ ഗാമ എക്സ് വൈ ബൈ ഡോ ഇസഡ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു, ഇനി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും, ഡോ സ്ക്വയർ യുവിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ ഡോ ക്യൂബ് ഡബ്ല്യു ബൈ ഡോ എക്സ് ഡോ വൈ ഡോ ഇസഡ്. അപ്പോൾ ഡോ ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ ഗാമ വൈ ഇസഡ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ഗാമ ഇസഡ് എക്സ് ബൈ ഡോ വൈ മൈനസ് ഡോ ഗാമ എക്സ് വൈ ബൈ ഡോ ഇസഡ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു, ഞാൻ അതിൻ്റെ ഒരു ഡോ സ്ക്വയർ ഇങ്ങനെ വെളിയിലെടുത്തിട്ട് ഡോ എക്സ് ഡോ വൈ എന്ന് എഴുതി. ബാലൻസ് ഇനി എന്തേ ഉള്ളൂ, ഒരു ഡോ ഡബ്ല്യു ഉണ്ട്, പിന്നെ ഒരു ഡോ ഇസഡ് ഉണ്ട്. ഈ ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, നോർമൽ സ്ട്രെയിൻ ഇൻ ഇസഡ് ഡയറക്ഷൻ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വന്നു, ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഡോ ഗാമ വൈ ഇസഡ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ഗാമ ഇസഡ് എക്സ് ബൈ ഡോ വൈ മൈനസ് ഡോ ഗാമ എക്സ് വൈ ബൈ ഡോ ഇസഡ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡോ സ്ക്വയർ എപ്സിലോൺ ഇസഡ് ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ. ഇതാണ് നമ്മുടെ സെക്കൻഡ് സെറ്റ് ഓഫ് എന്ത് വരുന്നത്, കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ. സെക്കൻഡ് സെറ്റ് ഓഫ് കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ വരുന്നത് ഇവിടുന്ന് നമ്മൾ അതുപോലെ തന്നെ എഴുതി. 2 ഇൻറ്റു ഈ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് ബൈ ഡോ വൈ അതുപോലെ ഉണ്ട്. ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞാൽ നോർമൽ സ്ട്രെയിൻ ഇസഡ് ഡയറക്ഷൻ ആണ്, അതിന് എന്ത് എഴുതാം, എപ്സിലോൺ ഇസഡ്.